രമേശ് പിഷാരടിയെ തടഞ്ഞതിൽ ബിജെപിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട്ടെ വിവാദം യുഡിഎഫ് ഏറ്റെടുക്കും മുൻപേ രാഷ്ട്രീയ വിഷയമാക്കി എൽഡിഎഫ്. ശോഭാ സുരേന്ദ്രന്റെ മുൻതൂക്കം കണ്ട് ഭയന്ന് ബിജെപിയിലെ ചിലർ പദ്ധതിയിട്ട നാടകമാണോ പിഷാരടിക്കെതിരായി നീക്കമെന്ന് സംശയം. പോരാട്ടം മുറുകുമ്പോൾ എഡ്ജ് നഷ്ടപ്പെടാതെ നോക്കാൻ ശോഭാ സുരേന്ദ്രനും ജാഗ്രതയിൽ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പോരാട്ടം അത്യന്തം വാശിയേറിയ ഘട്ടത്തിലേക്ക്. വടക്കൻതറയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ബിജെപി പ്രവർത്തകർ തടഞ്ഞ സംഭവം രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തു. പിഷാരടിയെ തടഞ്ഞത് രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ തിളച്ചുമറിയുകയാണ്. എന്നാൽ അക്രമ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് പിഷാരടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി എൻ.എം.ആർ. റസാഖ് ജനമധ്യത്തിൽ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും പാലക്കാട്ടെ തടയൽ വിവാദം രാഷ്ട്രീയ ആയുധമാക്കി. യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ബിജെപി പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ബിജെപിയുടെ അസഹിഷ്ണുതയുടെ സാമ്പിളാണ് പാലക്കാട് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പിഷാരടിയെ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥി തെരുവിൽ തടയപ്പെട്ടിട്ടും ബിജെപിക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രചാരണത്തിനിടെ രമേശ് പിഷാരടിയുടെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുകയും പ്രവർത്തകരെ തടയുകയും ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഈ സംഭവം വോട്ടർമാർക്കിടയിൽ ബിജെപിക്കെതിരെയുള്ള വികാരമായി മാറ്റാനാണ് യുഡിഎഫ് നീക്കം. നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നതിലൂടെ ബിജെപിയുടെ സഹിഷ്ണുതയില്ലായ്മ തുറന്നു കാണിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന സഹതാപ തരംഗം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പിഷാരടി ക്യാമ്പ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിലും രമേശ് പിഷാരടിയെ തടഞ്ഞത് പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് തുറന്നു പറഞ്ഞ എൻ.എം.ആർ. റസാഖിന്റെ നിലപാടിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വൈരത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും വില നൽകുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ റസാഖ് തന്റെ ഗ്രാഫ് ഉയർത്തുന്നുണ്ട്. ബിജെപി പ്രവർത്തകർ പിഷാരടിയെ തടഞ്ഞപ്പോൾ അതിനെ തള്ളിപ്പറയാൻ റസാഖ് കാണിച്ച ആർജവം നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം എന്ന കണക്കുകൂട്ടലിലാണ് എൽഡിഎഫ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാലക്കാട്ടെ വിവാദത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. തടയൽ വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രന് വെല്ലുവിളിയാണെങ്കിലും പാലക്കാട്ട് ഇപ്പോഴും ശക്തമായ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി ശോഭ തന്നെയാണ്. ബിജെപിയുടെ കരുത്തുറ്റ വോട്ട് ബാങ്കും ശോഭയുടെ വ്യക്തിപരമായ സ്വാധീനവും അവരെ മത്സരത്തിൽ മുന്നിൽ നിർത്തുന്നു. എന്നാൽ വടക്കൻതറയിലെ അണികളുടെ അതിരുകടന്ന ആവേശം ശോഭയുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത്. പുറത്തുനിന്നുള്ളവരെക്കാൾ ഉപരി ബിജെപിക്കുള്ളിലെ തന്നെ ചില കേന്ദ്രങ്ങൾ ശോഭയുടെ വോട്ടുകൾ കുറയ്ക്കാൻ മനഃപൂർവ്വം നടത്തിയ വിവാദമാണോ ഈ തടയൽ നാടകമെന്നും സംശയമുയരുന്നുണ്ട്. പാലക്കാട് ബിജെപിയിലെ വിഭാഗീയത കഴിഞ്ഞ കാലങ്ങളിൽ അതിശക്തമായി പുറത്തു വന്നിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ വിഭാഗം ശോഭാ സുരേന്ദ്രന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. പാലക്കാട് പ്രചാരണത്തിനെത്തിയപ്പോൾ സുരേഷ് ഗോപി നടത്തിയ പരാമർശം ബിജെപിക്കുള്ളിലെ വിഭാഗീയത വെളിപ്പെടുത്തുന്നതായി. പാലക്കാട് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു എന്നായിരുന്നു സുരേഷ് ഗോപി പ്രസംഗിച്ചത്. ഇത് സി കൃഷ്ണകുമാറിനെ വില കുറച്ച് കാണുന്ന പരാമർശമായി മാറുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട് ബിജെപി അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ സി കൃഷ്ണകുമാർ പക്ഷക്കാരനാണ്. മണ്ഡലത്തിൽ നേരത്തെ പ്രചാരണം ആരംഭിച്ചതിലൂടെ മുൻതൂക്കം നേടിയ ശോഭാ സുരേന്ദ്രന് അവസാന ലാപ്പിലാണ് പിഷാരടി എതിരാളിയായി മാറുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി റസാഖും കാര്യമായി സാന്നിധ്യം അറിയിക്കുന്ന പോർമുഖത്ത് ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകളെ തകിടം മറിക്കാൻ ബിജെപിക്കുള്ളിൽ നിന്ന് ശ്രമം നടന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് പാലക്കാട്ടെ വിഭാഗീയത അടിവരയിടുന്നത്.